ദ ജേർണലിസ്റ്റിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞുവെങ്കിലും 50-ാം മണിക്കൂറിലാണ് സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട ലിസ്റ്റ് പുറത്തു വന്നത്. 55 പേരുകളിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ പേരായി എനിക്ക് തോന്നിയത് പാലക്കാട്ട് രമേഷ് പിഷാരടി എന്നതാണ്. പാലക്കാട് മണ്ഡലം കോൺഗ്രസ് അതിശക്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടിനാട്ടിയ മണ്ഡലമാണ്. പാലക്കാടിൻ്റെ നഗരഹൃദയത്തിലെ BJP കോട്ടകൾ പോലും തകർത്ത് പാലക്കാട് BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന സന്ദീപ് വാര്യരെ പോലും ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ശക്തമായ പോരാട്ടം നടത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി 18,000-ലധികം വോട്ടിൻ്റെ ആ മണ്ഡലത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറിയത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിലില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകില്ല എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ രമേഷ് പിഷാരടി വന്നതോടെ ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കേണ്ട വിഷയം. കാരണം കോൺഗ്രസ്സുകാരെ നിങ്ങളറിഞ്ഞോ, അപ്പുറത്ത് ഝാൻസി റാണി എന്ന് BJPക്കാർ വിളിക്കുന്ന അവരുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളിലെ ധീരവനിതയായ ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കാൻ പോകുന്നത്. ശോഭാ സുരേന്ദ്രനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് ആണ് നിങ്ങൾ രമേഷ് പിഷാരടിയെ മത്സരിപ്പിച്ചതെങ്കിൽ അതിൻ്റെ വില അത് നിങ്ങൾ ഒടുക്കേണ്ടി വരും. കാരണം ശോഭാ സുരേന്ദ്രൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം, വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടങ്ങളിലൊക്കെ BJPയുടെ വോട്ടിംഗ് ശതമാനം അതിശക്തമായി ഉയർത്തിയിട്ടുള്ള, പോരാട്ടവീര്യം രക്തത്തിലുള്ള, വോട്ടുകൾ സമാഹരിക്കാൻ പ്രത്യേക കഴിവുള്ള, ഇരുമ്പിനെ കാന്തം പിടിക്കുന്നത് പോലെ വോട്ടുകൾ പിടിച്ചെടുക്കാനുള്ള അസാമാന്യമായ ശേഷിയുള്ള ഒരു വനിതയാണ് ശോഭാ സുരേന്ദ്രൻ. ഇത്രയും തീവ്രമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന, പോരാട്ടവീര്യമുള്ള, ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന, തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തി ആരെയും അമ്പരപ്പിക്കുന്ന, പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു വനിതാ നേതാവ് കേരളത്തിൽ വളരെ ചുരുക്കമാണ്. ശോഭാ സുരേന്ദ്രനോട് രാഷ്ട്രീയപരമായി പല എതിർപ്പുകളും പലർക്കും ഉണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യത്തിന് നേരെ നമ്മളാരും കണ്ണടക്കരുത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് വെറുതെ ഒന്ന് പരിശോധിക്കുക. 2014 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അന്ന് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ 1,36,587 വോട്ടുകളാണ് നേടിയത്. ഇത് കഴിഞ്ഞ തവണത്തെ BJP സ്ഥാനാർത്ഥിയേക്കാൾ 6.29% അധികമായിരുന്നു. 2016 നിയമസഭയിൽ 40,076 വോട്ട് നേടി BJP ശോഭാ സുരേന്ദ്രൻ രണ്ടാമതായി. അന്ന് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വളർച്ച 9.22%. 2019 ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 2,48,081 വോട്ട് നേടി BJP മൂന്നാമതാണ്. പക്ഷേ അവിടെ 14.43% ആ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വളർച്ച രേഖപ്പെടുത്തിയത്. 2024 ആലപ്പുഴയിൽ അവർ മത്സരിച്ചപ്പോൾ 2,99,648 വോട്ട് നേടി മൂന്നാമതെത്തി. പക്ഷേ അവിടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധന 11.6%. അപ്പോൾ മത്സരിക്കുന്ന സകലയിടങ്ങളിലും വോട്ടുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം ശോഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതുതന്നെയാണ് പാലക്കാട് ഏറ്റവും അധികം നിർണായകമാകുന്നത്. രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത, രാഷ്ട്രീയമായി വലിയ പോര് നടന്ന, സമീപകാലത്ത് പോലും വലിയ രാഷ്ട്രീയ പോർക്കളമായിരുന്നു പാലക്കാട്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദം ഉയർന്നതിനെ തുടർന്ന് ആ മണ്ഡലത്തിൽ നടന്ന കാഴ്ചകൾ മുഴുവൻ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ പിന്തുണയില്ലാതിരുന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ BJPയെയും CPMനെയും ഒക്കെ അടിച്ചിരുത്തി അവിടെ തൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിലൊരു വിഭാഗം തീർച്ചയായിട്ടും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വീണ്ടും MLA ആകണം, അല്ലെങ്കിൽ തിരിച്ചു വരണം, അങ്ങനെ രാഹുലിനെതിരെ ആരോപണം ഉയർത്തിയവർക്ക് മറുപടി കൊടുക്കണമെന്ന് കരുതിയ ഒരു വിഭാഗം ആളുകൾ പാലക്കാടുണ്ട്, ആ മണ്ഡലത്തിലുണ്ട്. അവിടെ രാഹുലിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലൊരു മോശം MLA ആണെന്ന അഭിപ്രായം ആർക്കുമില്ല. കാരണം രാഹുൽ ഇപ്പോഴും അവിടെ സ്മൈൽ ഭവന പദ്ധതി എന്ന് പറഞ്ഞ് വീടുകൾ വെച്ച് കൊടുക്കുന്നു, അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആ പരിപാടികളിലൊക്കെ വലിയ ജനസാന്നിധ്യമുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്ക് രാഹുലിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം കോടതിയുടെ ഉത്തരവുകളടക്കം ഉള്ളതുകൊണ്ടാണ് രാഹുൽ പൊതുമധ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുകയായിരുന്നുവെങ്കിൽ ഒരു വലിയ പോരാട്ടം ഉണ്ടായെങ്കിലും കോൺഗ്രസിന് അവിടെ കയറി വരാൻ കഴിയും എന്ന ഒരു വികാരം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ കഴിയില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലില്ല. അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പകരം
അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KS ജയഘോഷ് മത്സരിക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട പ്രചാരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ജയഘോഷ് മണ്ഡലത്തിൽ സുപരിചിതനാണ്, യൂത്ത് കോൺഗ്രസിന്റെ ഒരു തീപ്പൊരി നേതാവാണ്. പക്ഷേ അവരൊന്നുമില്ലാതെ നൂലിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് വരുമ്പോൾ അതെങ്ങനെ മണ്ഡലത്തിൽ ഗുണകരമാകുമെന്ന ചോദ്യമാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നത്. പക്ഷെ മറുവശത്ത് നോക്കുക, ശോഭാ സുരേന്ദ്രൻ അതിശക്തമായ ഒരു കാൻഡിഡേറ്റ് ആണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മത്സരിച്ചിടത്തെല്ലാം വോട്ടിംഗ് ശതമാനം ഉയർത്തിയ പാരമ്പര്യമുള്ള ശോഭാ സുരേന്ദ്രൻ സ്വാഭാവികമായിട്ടും പാലക്കാട് നഗരസഭ BJPയുടെ പക്കലുള്ളത് കൊണ്ടുകൂടിയും ഇവിടെ മത്സരിക്കുമ്പോൾ കൂടുതൽ വോട്ട് പിടിച്ചെടുക്കാനുള്ള സാധ്യത 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തലിന് കിട്ടിയത് മാറ്റി നിർത്തുക. കാരണം ആ സമയത്ത് BJPയിൽ വലിയ തമ്മിലടി ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ പൊതുവെ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു. കൃഷ്ണകുമാറിനെതിരെ BJPക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ മാങ്കൂട്ടത്തിലുള്ള ഒരു വലിയ സ്വീകാര്യതയും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. CPMന് വേണ്ടി സരിൻ മത്സരിച്ചപ്പോൾ സരിനെതിരായൊരു വികാരം LDFിനുള്ളിൽ തന്നെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സരിനൊരു പൊതുജന സമ്മതമൊന്നും ആയിരുന്നില്ല എന്നതൊക്കെ അവിടെ ഘടകങ്ങളായിരുന്നു. പക്ഷേ ഇത്തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് കഴിഞ്ഞ തവണ നടന്ന ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മുമ്പ് നടന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അതായത് 2021 ഷാഫി പറമ്പിലും ശ്രീധരനും CPMന്റെ CP പ്രമോദും ഏറ്റുമുട്ടിയ 2021 തെരഞ്ഞെടുപ്പുമായിട്ടാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യം താരതമ്യപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. നോക്കുക, അന്ന് ഷാഫി പറമ്പിൽ 1,42,104 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതിൽ 54,079 വോട്ട് ശ്രീധരന് ലഭിച്ചു. അന്ന് 1,42,104 വോട്ടുകളാണ് പോൾ ചെയ്തത് 2021. അന്ന് 54,079 വോട്ടാണ് ഷാഫി പറമ്പിലിന് കിട്ടിയത്, 38.06%. അന്ന് ശ്രീധരൻ ശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. അന്ന് 50,220 വോട്ടുകൾ ശ്രീധരൻ നേടി. അതായത് 35.34 വോട്ടുകളാണ് 34% വോട്ടുകളാണെന്ന് ശ്രീധരന് ലഭിച്ചത്. CP പ്രമോദ് അന്ന് CPMന് വേണ്ടി മത്സരിച്ച കാൻഡിഡേറ്റ് ആണ്. 36,433 വോട്ടുകൾ കിട്ടി. 25.64% അന്ന് CPMന് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ്. അന്നുണ്ടായിരുന്ന മാർജിൻ, അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നത് കേവലം 3,859 മാത്രമാണ്. അതായത് 2.71% പെർസെൻറ്റേജ് വ്യത്യാസം മാത്രമാണ് ശ്രീധരൻ എന്ന ഒരു കാൻഡിഡേറ്റിന്, ഏറ്റവും കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള, രാഷ്ട്രീയത്തിൽ വലിയ പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ BJP അവതരിപ്പിച്ചപ്പോൾ അന്ന് ഷാഫി പറമ്പിൽ എന്ന കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ആ മണ്ഡലം പ്രതിദാനം ചെയ്യുന്ന സിറ്റിംഗ് MLAയോട് അന്ന് BJP നടത്തിയ പോരാട്ടം നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരുന്നു. വെറും 2.71% മാത്രമാണെന്ന് ഒരു വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഒരു വേരിയേഷൻ വന്നത്. അതായത് 3,859 വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 17,483 ഭൂരിപക്ഷം. അതിന് മുമ്പത്തെ 2011 തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിന് 7,403 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു അന്തരമുണ്ടായത് ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അന്ന് പക്ഷെ പാലക്കാട് ഇന്നത്തെ അത്രയും BJPക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥി വന്നപ്പോൾ അവിടെ വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചു. ഇപ്പോൾ നോക്കുക, പാലക്കാട് നഗരസഭ BJPയുടെ കയ്യിലാണ്. പാലക്കാട് ഉണ്ടായിരുന്ന വിഭാഗീയതകൾക്ക് അവസാനിപ്പിച്ചു എന്ന് അവിടെ BJP നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ വലിയ പൊട്ടലും ചീറ്റലുമൊന്നും പാലക്കാട് നിന്ന് കേൾക്കാനില്ല. അതുപോലെ പാലക്കാട്ടെ BJPയുടെ ചുമതലക്കാരൻ എന്ന് പറയുന്നത് പ്രശാന്ത് ശിവനാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സമരമുഖത്ത് മുന്നിൽ നിന്നിരുന്നയാളാണ് പ്രശാന്ത് ശിവൻ. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വെല്ലുവിളികളും തിരിച്ചടികളുമൊക്കെ പ്രശാന്ത് ശിവൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു യുവാക്കളെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ BJPയുടെ പ്രവർത്തനം താഴെത്തട്ട് വരെ എത്തിക്കുന്നതൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ്, ഒരു നേതാവാണ് പ്രശാന്ത് ശിവൻ എന്ന നിലയിൽ BJP നേതൃത്വം പ്രശാന്ത് ശിവനെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല നൽകുന്ന വിധത്തിലേക്ക് അദ്ദേഹത്തിനെ ജില്ലാ പ്രസിഡൻ്റാക്കി അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ശിവനും BJPയുടെ ഇപ്പോഴത്തെ പാലക്കാട്ടെ നേതൃത്വവുമൊക്കെ ശോഭാ സുരേന്ദ്രനെ മുൻനിർത്തി ശക്തമായ പ്രചാരണം നയിക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും. കാരണം രമേശ് പിഷാരടി വരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ കരുത്തനായ ഒരു MLAയെ കണ്ടു ശീലിച്ച ആളുകൾക്ക് രമേശ് പിഷാരടിയെ എത്രത്തോളം സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ ശോഭാ സുരേന്ദ്രൻ കഴിവ് തെളിയിച്ചിട്ടൊരു നേതാവാണ്. BJP വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യിക്കാൻ ശേഷിയുണ്ട്. നിഷ്പക്ഷമതികളെയും തന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. ശോഭാ സുരേന്ദ്രൻ കുറേ ദിവസങ്ങളായി മണ്ഡലത്തിൽ സജീവമാണ്. റോഡ് ഷോകളടക്കം
വലിയ ജനപ്രാതിനിധ്യം ശോഭാ സുരേന്ദ്രൻ്റെ റോഡ് ഷോകൾക്കുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലും ഇഫ്താർ മീറ്റുകളിലും ഒക്കെയായിട്ട് എല്ലായിടത്തും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് സജീവമാണ്. അതെല്ലാം ശോഭയ്ക്ക് അനുകൂലമായ ഘടകങ്ങളായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. പാലക്കാടിനെ സംബന്ധിച്ച് കോൺഗ്രസ് ആയാലും CPM ആയാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകി. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത്. രമേശ് പിഷാരടിക്ക് ഒരു സിനിമാ നടൻ എന്നതിനപ്പുറം രാഷ്ട്രീയപരമായി തിളച്ചുമറിയുന്ന പാലക്കാട്ട് എങ്ങനെ ജനങ്ങളെ വരുതിയിലാക്കാൻ കഴിയും, കയ്യിലെടുക്കാൻ കഴിയും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടർ അവിടെ ഉള്ളതുകൊണ്ട്. ഏറ്റവും ഒടുവിലൊരു കാര്യം കൂടി പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാൽ, ഞാൻ തംബ്നെയിലിൽ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിച്ചാൽ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായും അവിടെ വിജയിക്കും. കോൺഗ്രസ് വോട്ടുകൾ സ്പ്ലിറ്റ് ആവും, രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കുറേ വോട്ടുകൾ പോകും. ശോഭാ സുരേന്ദ്രന് BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്താൽ കഴിഞ്ഞ തവണ, അതായത് ശ്രീധരൻ മത്സരിച്ച സമയത്തുണ്ടായ പോലുള്ള ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് കിട്ടിയാൽ തന്നെ ശോഭാ സുരേന്ദ്രൻ അവിടെ സിമ്പിളായിട്ട് ജയിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ BJPയുടെ വിജയം ഉറപ്പായിരിക്കും. ശോഭാ സുരേന്ദ്രൻ ഈസി വാക്ക് ഓവറായിരിക്കും. ഇനിയല്ല, രാഹുൽ മത്സരിക്കാതെ മാറി നിന്നാലും ശോഭാ സുരേന്ദ്രന് വലിയ തോതിൽ ജയസാധ്യതയുണ്ട്. വിജയം ഉറപ്പിച്ച് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മത്സരത്തിന് ഇറങ്ങുന്നത്. അത് അവരുടെ ശരീരഭാഷയിലും അവരുടെ പ്രസംഗങ്ങളിലും അവരുടെ റോഡ് ഷോകളിലുമൊക്കെ വിജയിച്ചു കഴിഞ്ഞു എന്നതിലുള്ള കോൺഫിഡൻസ് പ്രകടമാണ്. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്.